ഹലോ, ഡ്രൈവിംഗ് അറിയാമോ? ഷൂട്ട് ചെയ്യാൻ അറിയാത്തവൻ തോക്ക് കൊണ്ടു നടക്കാറില്ല. ഡ്രൈവിംഗ് അറിയാത്തവൻ സ്റ്റിയറിംഗ് പിടിക്കാറില്ല. മര്യാദയ്ക്ക് അകത്ത് കുത്തിരിക്കും. തോക്ക് കൊണ്ടു നടന്നിട്ട് കാര്യമില്ല. പ്രയോഗിക്കേണ്ടടുത്ത് പ്രയോഗിക്കാൻ അറിയണം. കേറ്. ബെൽറ്റ് ഇട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ജീൻസ് ഊരി പോകില്ല. ഇട്ടിട്ടുണ്ട്. ഞാൻ അതല്ലേ ചോദിച്ചേ, സീറ്റ് ബെൽറ്റ്. ഹലോ, വണ്ടി ഓടിച്ചാ മതി. ബോർഡ് ചെക്കനൊക്കെ എന്നെ പഠിപ്പിക്കാൻ വരും. കൊല്ലാൻ കൊണ്ടുപോകണോ? ഒന്നും പറ്റില്ലല്ലേ? കൈ എവിടെ? മരണം ഇവന്റെ കൈ കൊണ്ട് തന്നെയാന്ന് ഉറപ്പായി. ഇതുകൊണ്ടാ സീറ്റ് ബെൽറ്റ് ഇടണമെന്ന് പറഞ്ഞ. ഏയ്, ആരാ നീ? ചാവാൻ ഈ വണ്ടിയെ കിട്ടിയോളോ? ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഹലോ, വെറുതെ അവളോട് കളിക്കണ്ട. വണ്ടിയിലേക്ക് കയറ്റ്. പേര് ഐഷു, മോളുടെ ഫ്രണ്ടാ. കണ്ടവർക്കൊക്കെ ലിഫ്റ്റ് കൊടുക്കുന്നത് സ്കൂൾ ബസ്സാ സിറ്റി ബസ്സാ? അവൾ ഈ വണ്ടി തന്നെ വരും. ഇറ്റ്സ് മൈ ഡിസിഷൻ. ലിഫ്റ്റ് കൊടുക്കുന്നില്ലെങ്കിൽ ഇല്ലെങ്കിൽ പുറത്തിറങ്ങും ഞാൻ. സീരിയസാ? എന്താടാ, ഡൗട്ട് ഉണ്ടാ? ഞാൻ തമാശ ഒന്നും പറയാറില്ല. എന്തേ പേടിച്ചു പോയാ? തമാശ പറഞ്ഞ അപ്പൊ കാര്യമാക്കും ശാപം. ഹായ് സ്വീറ്റ് ഹാർട്ട്. നീ എന്നെങ്ങനെ വിളിക്കുമ്പോ എന്റെ ശരീരം ആകെ കോരിത്തരിക്കുക. എനിക്കൊരു സഹായം ചെയ്തു തരുമോ? നിനക്ക് വേണ്ടി ഒരു സഹായമല്ല, എത്ര സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം. ഒരു തവണ അവിടെ ചെന്ന് കുനിഞ്ഞു നിൽക്കുവോ? നിനക്കെന്തോ സൂത്രോപ്പിക്കാനാ? അതെ. എന്താന്ന് വെച്ചാ പറ. പറയില്ല, ചെയ്ത് കാണിക്കാൻ ഞാൻ. ഇവളെന്താണോ ചെയ്യാൻ പോകുന്നത്? ഇവള് തടു ഓടിച്ചു. ഇരുമ്പിന്റെ കാലെന്നാ തോന്നുന്നു. ഇത്രയ്ക്കും പ്രതീക്ഷിച്ചില്ല. അപ്പാ, അടുത്ത ജന്മത്തിലെങ്കിലും ഒരു കാറായാ മതിയായിരുന്നു. നിങ്ങൾ എന്തിനാ കഴുകുന്നത് ടൈഗർ സാറേ? കഴുകിയില്ലെങ്കിൽ തെറി നീ കേക്കോ? നീ മതിലിയാടിയല്ലേ വന്നേ? ആണല്ലോ. അതായത് നീ അങ്ങനെ ക്യാൻവാസ് ചെയ്യുന്നു, ഞാൻ ഇങ്ങനെ ക്യാൻവാസ് ചെയ്യുന്നു. അപ്പൊ ഒരു കാര്യം, നീ അത് കണ്ടിന്യൂ ചെയ്തോ, ഞാൻ ഇതും കണ്ടിന്യൂ ചെയ്യാം. അല്ല, നീ എന്തിനാ അവനെ അന്വേഷിച്ച് ഇങ്ങോട്ട് വന്നത്? അവൻ എവിടെ ഉണ്ടെങ്കിലും അവിടെ ഉണ്ടാവും ഞാൻ. ആഹാ, അവൻ എവിടെയാണെങ്കിലും നീ അന്വേഷിച്ചു പോവോ? ആ ബാത്റൂമിലാണെങ്കിലോ? ഡിക്കിയിടുള്ളൂ. അപ്പോഴേക്കും വന്നോ? ഞാൻ പഴവിലല്ല, പാവാ. ബോസ് ബോസ്, ഈ കാറ് കഴുകാൻ പറഞ്ഞിട്ട്. ഓഹോ, അതിലാണോ പോകുന്നേ? ആ, അപ്പൊ ചിലര് മതില് ചാടിയത് വെറുതെ ആയി. പുറത്തേക്ക് വാ. ഈ വെണ്ണ വെറുതെ അതിനകത്തിട്ട് ഉരുക്കണ്ട. വാ വാ. ഐഷു, പണി കിട്ടി. ഡിഷു. ഏയ് ദേവ, ഇറങ്ങ. നിന്നോട് തന്നെയാ പറഞ്ഞ ഇറങ്ങാൻ. ഇത്തിരി കൂടെ മര്യാദയ്ക്ക് സംസാരിക്കേ. നീ മിണ്ടരുത്. എനിക്കറിയത്തില്ല. Now keep quiet, okay? എന്താടി? വെറുതെ കളഞ്ഞല്ലോ. കാര്യം പറയുമ്പോ ഇടയ്ക്ക് കയറുന്നോടാ. പാർവതിക്ക് വേണ്ടി അന്ന് ഇങ്ങനെ ദേവദാസ് പൂസായി നടന്നു. എന്റെ ദേവിക്ക് വേണ്ടി പാർവതി കുറച്ചു കുടിച്ചു. അത് കലക്കി മോളെ. അടുത്ത അടി അടിക്കുന്നവരെ നീ മിണ്ടി പോകരുത്, കേട്ടല്ലോ. ദേവ, പ്രേമ നൈരാശ്യം വന്ന് മദ്യപിക്കുന്നത് എല്ലാം മറക്കാനാ. പ്രേമം കൊണ്ട് പ്രേമം കൊണ്ട് മദ്യപിക്കുന്നത് എന്റെ ഉള്ളിലുള്ളതൊക്കെ പറയാനാ. ഐ ലവ് യു. കൂട്ടിക്കൊണ്ടുപോ. എല്ലാരും എന്നെയാണല്ലോ അടിച്ചു പഠിക്കുന്നത്. അവൻ അടിച്ചപ്പോ നിനക്ക് ഫീലായോ? നിന്നെ ഞാൻ അടിച്ചപ്പോ നിനക്ക് ഫീലായോ? അങ്ങനെ തന്നെ. ദേവ എന്നെ അടിച്ച എനിക്ക് എന്ത് ഫീൽ ആവാനാടാ? ഹലോ, ആരാണ്? ഹലോ, ഞാൻ സീനയാണ്. എനിക്ക് വീര എന്ന് കിട്ടുവോ? ഇനിയിപ്പൊ പീഡിപ്പിച്ചെന്ന് പറയാനായിരിക്കും. നോക്കാം. അതെ, ഏതോ ഒരു ഗീതയോ സീതയോ ഫോണിൽ വിളിച്ചിട്ടുണ്ടോന്ന് ചോദിക്കണു. എന്തെങ്കിലും ഉണ്ട് വെച്ചാ കൊടുത്തോളൂ കേട്ടോ. ഹലോ, ആരാ? അന്ന് കബഡിക്ക് വന്നപ്പോ എനിക്ക് നിങ്ങളെ ഒത്തിരി ഇഷ്ടമായി. എന്താ ഒരു ബോഡി. നോക്ക് ഗീത, സീത ഏതും ആയിക്കോട്ടെ, ആ പേഴ്സണാലിറ്റി എന്റേതാണെന്നല്ലാതെ എന്റെ ബോഡിയുടെ ഫുൾ റൈറ്റ്സും എന്റെ പെങ്ങൾക്കാ. ഓ, അതൊക്കെ എത്ര നാളത്തേക്കാ? എന്തായാലും ഒരിക്കൽ നിങ്ങളെ ഞാൻ സ്വന്തമാക്കില്ലേ? ഈ വിഷയം എന്റെ പെങ്ങൾ അറിയുന്നവരെ നിന്റെ അഡ്രസ് വെളിയിൽ പോകാതെ സൂക്ഷിച്ചു. ഫോൺ വെക്കടി.
ഇതേതാ എനിക്കറിയാത്തൊരു പെണ്ണ്. ഇതെനിക്കറിയായിരുന്നു. എന്താ? അതല്ലേ തന്നെ. കൊണ്ടുപോടാ, അതൊക്കെയല്ലേ? പോകൂ. എന്താവോ? പൊട്ടാസ്, പൊട്ട്- ആ, പറഞ്ഞു തീർന്നില്ലല്ലോ, അപ്പോഴേക്കും വന്നു. വായോ വായോ. ലവ് ലെറ്റർ കിട്ടി. വീര എവിടെ? ചിത്ര, എന്താ ലവ് ലെറ്ററോ? നേരാ? ആ വായിക്കട്ടെ. ആ 50-50 ചിത്രേ. ശരിക്കും പറഞ്ഞാ എനിക്ക് നിന്നോടുള്ള പ്രേമമുണ്ടല്ലോ, അത് 50-50 ആണ്. എന്താ 50-50 പ്രേമോ? അതെന്താ അങ്ങനെ? അത് തന്നെയാ ഈ 50-50 എന്താ? 50-50 ചിത്രേ. 50-50 100%. ഇവനെന്തിനാ സംസാരിക്കുന്നേ? ഇവനാണോ അത് എഴുതിയത്? ഞാനല്ല എഴുതിയത്, എനിക്ക് എഴുതാറിയില്ല. എങ്കിൽ പിന്നെ എങ്ങനെയാ? ഇതൊക്കെ ഒരു ഊഹം വെച്ച് കാച്ചണല്ലേ. Next line. എന്റെ കളവിന്റെ വാതില് തുറന്നിട്ട് ഈ കളവെന്താ? അവിടെ എന്താ കഥ എന്നാ ഉദ്ദേശിച്ചത്? അക്ഷരത്തിട്ടില്ലാതെ എഴുതാനും അറിയില്ലേ? ബാക്കി കേട്ടോ. പാല ഗലാസം പിടിച്ചോണ്ട് പാൽ ഗ്ലാസും പിടിച്ചോണ്ട് വെള്ള സാരിയും ഉടുത്തുകൊണ്ട് നീ അകത്തേക്ക് കടന്നാൽ ആ സാരി എങ്ങനെ അഴിക്കണമെന്ന് അത്രയ്ക്ക് ആശയമാണോ നിങ്ങക്ക്? അനിയത്തി എന്താ എഴുതാൻ പറഞ്ഞത്? നീ എന്താ എഴുതിയത്? എന്ത് തോന്നിയാസോടെ നീ കാണിച്ചിരിക്കുന്നത്? അതിപ്പോ ഇത്തിരി പവർ കിട്ടാൻ വേണ്ടി ഞാൻ ഡോസ് കൂട്ടിയല്ലേ. ഇങ്ങനെ വരട്ടെ, ഐഡിയ നിങ്ങളുടെ അനിയത്തിയുടേത്. എഴുതിയത് ഈ കഴുത. നിങ്ങൾക്ക് എന്താ എഴുതിയാല്? അതും മോളെ സംഗതി എന്തായാലും ഏറ്റില്ല. അമ്മേ. ചിത്ര 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 എടാ പൊട്ടാസെ, എന്തേ? ഈ സാഹിത്യമൊക്കെ നിനക്ക് എവിടെ നിന്ന് കിട്ടിയടാ? അത് നമ്മൾ എഴുതാനിരിക്കുമ്പോ അനർഗളം പ്രവഹിക്കണല്ലേ. ഉറക്കത്തിൽ ഇത് പ്രവഹിക്കോടാ? ഉറക്കത്തിൽ അമ്മേ. എല്ലാരും കൂടി ചേർന്ന് ഇനി കുളമാക്കിയതാ. പ്രവഹിക്കില്ല, പോവേ. എല്ലാം ഓക്കെ അല്ലേ? ആക്കടാ, അവനെ കാണില്ലല്ലോ. അതെ ദേ. ഏ? ഏ? എത്തി. ആ ചിത്ര, ആരുടെയും ഹെൽപ്പില്ലാതെ ഞാൻ തന്നെ പറയാ ഐ ലവ് യു. അത് പറയാനാ വന്നത്? സത്യമായിട്ട് ഇത് നിങ്ങളുടെ ഐഡിയ തന്നെ അല്ലേ? സത്യമായിട്ട് എന്റെ ഐഡിയ. ഉയ്യോ. ചിത്ര, നീ ഇത് തീർച്ചയായിട്ടും സ്വീകരിക്കണം. ഹായ്, എന്താ ഇത്? ദേവതമാര് നമ്മുടെ പ്രേമത്തിന് വേണ്ടി മുകളിൽ നിന്ന് പുഷ്പവർഷം നടത്തുക. സത്യമായിട്ടും നിന്നാണ് സത്യം. എന്നിന്നും തൊട്ടേ അമ്മേ, കൊള്ളായില്ലേ? കാലെത്തിയതുകൊണ്ടാട്ടാ. സോറി, ടച്ചിങ് ക്യാൻസൽ. നിനക്ക് മീശ വളർന്നു എന്നല്ലാതെ പ്രേമിക്കാൻ അറിയില്ല. ചിത്ര 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 പോലെ ചിത്ര പോലെ